കഥയുടെ തുടക്കത്തിൽ കഥാനായികയായിട്ടുള്ള ഷാനുനെയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ കോടീശ്വരനായ മിസ്റ്റർ ലൂയുടെ വേലക്കാരിയാകാൻ പോവുകയാണ്. മിസ്റ്റർ ലൂ എങ്ങനെയുള്ള ആളായിരിക്കും, ഏതെങ്കിലും ധനികന് എങ്ങനെയുള്ള വേലക്കാരിയായിരിക്കും എന്നൊക്കെ അവൾ ചിന്തിക്കുകയും ഒരു ഡോക്ടറാകുക എന്ന് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അവൾ സ്വയം ബോധ്യപ്പെടുത്തുകയാണ്, ഇല്ല, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒന്നും എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഒരു കാറ് വരുന്നു. അതിൽ നിന്ന് മിസ്റ്റർ ലൂന്റെ ജോലിക്കാരൻ പുറത്തിറങ്ങി അവളെ കാറിൽ കയറ്റുകയാണ്. കാറിൽ കയറിയ ഉടനെ അവളുടെ പേരങ്ങ് മാറ്റുകയും ഷാൻ എന്നുള്ള പേര് മാറ്റി ഷാലെന്ന് ആക്കുകയും വീട്ടുജോലിക്കാരിക്കുള്ള യൂണിഫോം എല്ലാം കൊടുക്കുന്നു. കൂടാതെ മിസ്റ്റർ ലൂന്റെ എല്ലാ ശീലങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഫയൽ അവൾക്ക് നൽകുകയാണ്. അത് കണ്ട ഷാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു വീട്ടുജോലിക്കാരിയായ അവൾക്ക് ഇത്രയും പഠിക്കാനോ? ഇത് വെച്ച് നോക്കുമ്പോൾ വല്ല ജോലിക്ക് പോയാൽ മതിയായിരുന്നു എന്നവൾ ചിന്തിക്കുന്നു. അവളെ കണ്ടപ്പോൾ അയാൾക്ക് അവൾ നല്ല കുട്ടിയാണെന്ന് കരുതി മിസ്റ്റർ ലൂനെ കുറിച്ച് ഒരു ചെറിയ ഉപദേശം നൽകുന്നു. അവൻ വല്ലപ്പോഴും ദേഷ്യക്കാരനാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ അനുഗ്രഹിപ്പിക്കേണ്ടി വന്നേക്കാം. വിഷമിക്കേണ്ട, ഞാൻ മിസ്റ്റർ ലൂനെ നന്നായി കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന് പറയുന്നു. അങ്ങനെ അവൾ മിസ്റ്റർ ലൂന്റെ വില്ലയിലെത്തുകയാണ്. വില്ല കണ്ടതും അയാളോട് ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ ഈ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാം. മിസ്റ്റർ ലൂന് വേണ്ടി നന്നായി ജോലി ചെയ്യുമെന്ന് പറഞ്ഞതും ആ വില്ല മിസ്റ്റർ ലൂന്റെ അല്ല, മറിച്ച് വീട്ടുജോലിക്കാർക്ക് താമസിക്കാനുള്ളതാണ്. അത് കേൾക്കുമ്പോൾ ഇത്രയും വലിയ വില്ല വീട്ടുജോലിക്കാർക്ക് താമസിക്കാനോ എന്ന് പറഞ്ഞ് അവൾ ഞെട്ടുന്നു. ശേഷം അവൾ വീട്ടുജോലിക്കാരനൊപ്പം തൻ്റെ ബോസിനെ കാണാനായിട്ട് പോവുകയാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ ലൂ എന്തൊക്കെയോ വലിച്ചെറിയുന്നു. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഹീറോ കുറെ നാളായി ഷാനെ അന്വേഷിച്ച് നടക്കുന്നു. ഒരു ഫിനാൻസ് കമ്പനിയുടെ സിഇഒ തന്റെ സെക്രട്ടറിയോട് ഷാനിനെ കുറിച്ച് പറഞ്ഞത് അവളെ സ്പെഷ്യൽ അസിസ്റ്റന്റ് ആക്കുക എന്ന ചുമതല ഷാൻ അന്വേഷിച്ചത് അവൾക്ക് അത്ര കഴിവുള്ളത് കൊണ്ടാണ്. അത് പറഞ്ഞ് നടന്നു പോകുമ്പോൾ ഷാൻ ഹീറോയുടെ മുന്നിൽ പോവുകയാണ്. ഷാൻ ലൂന്റെ കമ്പനിയിൽ ഒരു ജോലിക്കായി ഇന്റർവ്യൂവിനായിട്ട് വന്നിരിക്കുന്നു. അതും ഹീറോയുടെ സ്പെഷ്യൽ അസിസ്റ്റന്റ് സ്ഥാനത്തേക്ക്. HR ഇന്റർവ്യൂ എടുക്കുമ്പോൾ ആണറിയുന്നത് അവൾ ലൂന്റെ നാനായിട്ടുള്ള ജോലിക്കാണ് വന്നതെന്ന്. അത് കേട്ട് അവൾക്ക് ദേഷ്യം വരികയും ഇവിടെ വന്നത് സിഇഒയെ സഹായിക്കാനാണ്, വീട്ടുജോലിക്കാരിക്കല്ല. അപ്പോൾ HR അവളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ സിഇഒയുടെ പ്രത്യേക സഹായമായിരിക്കും. അതിന് വ്യത്യസ്തമായ അർത്ഥമുണ്ട്. പേഴ്സണൽ മെയ്ഡ് എന്നതിൻ്റെ അർത്ഥം. പേഴ്സണൽ മെയ്ഡ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഷാൻ വളരെ ദേഷ്യപ്പെടുകയും ഒരു വേലക്കാരി ഒരു നായേക്കാൾ മോശം ജോലിയാണെന്ന് അവൾ പറയുന്നു. എന്നാൽ നാനിക്കുള്ള ശമ്പളം 5 ലക്ഷമാണെന്ന് കേട്ടതും അവൾ അതിൽ സമ്മതിക്കുകയാണ്. ഇവിടെ പ്രസന്റിൽ ഷാൻ ഇവിടെ ലൂന്റെ കോപം കാണുമ്പോൾ എനിക്ക് നോക്കാൻ പറ്റില്ല, ഞാനിവിടെ നിൽക്കില്ലെന്ന് വാശി പിടിക്കുമ്പോൾ പെട്ടെന്നാൽ അവളെ തടഞ്ഞു നിർത്തി പറയുന്നു, ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലൂവിന്റെ മുന്നിൽ കൊണ്ടുപോയി. ഇതാണ് നമ്മുടെ പുതിയ കുട്ടി. മനസ്സോടെ അവൾ ഹലോ എന്ന് പറഞ്ഞു. അപ്പോൾ ലൂ തന്റെ ജോലിക്കാരിയോട് ഇന്നത്തെ ഭക്ഷണത്തിൽ എങ്ങനെയാണ് ഇത്ര വലിയ തെറ്റ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. സത്യത്തിൽ ഹീറോ ഇത്രയും ബഹളം ഉണ്ടാക്കിയത് തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളില്ലായിരുന്നു. സ്ഥിരം ഭക്ഷണം ഉണ്ടാക്കുന്ന വേലക്കാരി ആൻറ്റി കുറച്ച് ദിവസം അവധിയെടുത്തിരിക്കുകയാണ്. അതും അവരുടെ കയ്യിൽ പരിക്കേറ്റതിനാൽ. അപ്പോൾ കുറച്ച് സമയം വേണം പുതിയ ഷെഫിനെ വെക്കാൻ എന്ന് കേട്ടതും തൻ്റെ പുതിയ ബോസിനെ ഇംപ്രസ് ചെയ്യാനായി അവൾ ഞാനുണ്ടാക്കി തരാം സാറിന് സൂപ്പ് എന്ന് പറഞ്ഞ് വേഗം അടുക്കളയിൽ പോയി. എന്നാൽ അയാൾ അവളോട് ഇതൊരു നല്ല അവസരമാണ്, ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഓടിപ്പോക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പങ്ങളെ നേരിടേണ്ടി വരും. കാരണം വർഷങ്ങളായി മിസ്റ്റർ ലൂന്റെ വേലക്കാരിയായി ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് അവൾക്ക് മിസ്റ്റർ ലൂന്റെ രുചിയെക്കുറിച്ചും അതും അറിയില്ല. മിസ്റ്റർ ലൂ മറ്റുള്ളവരുടെ ഭക്ഷണം കഴിക്കാറില്ല. സാറ് ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ അനാവശ്യമായി കുഴപ്പത്തിൽ ചാടും. ഷാൻ വിഷമിക്കേണ്ടെന്ന് പറയുകയാണ്. ശേഷം ഹീറോയ്ക്ക് സൂപ്പൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നു. സൂപ്പ് കുടിച്ച ഹീറോ ഒന്ന് അവളെ നോക്കി എന്തോ ചിന്തിച്ചിരുന്ന് വിരൽ തട്ടുമ്പോൾ അത് കാണുന്ന അയാൾക്ക് ഹീറോയ്ക്ക് ഇവളുണ്ടാക്കിയ സൂപ്പ് ഇഷ്ടപ്പെട്ടു കാണും. അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നേനെ. ഇവളും ബോസ് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് സാർ എങ്ങനെയുണ്ട്, അറ്റ്ലീസ്റ്റ് അഭിപ്രായമെങ്കിലും പറ എന്ന് ചോദിക്കുമ്പോൾ കൊള്ളാം, കുഴപ്പമില്ല, ആൻറ്റി വരുന്നത് വരെ നീ എനിക്ക് ഭക്ഷണം പാചകം ചെയ്തേക്ക് എന്ന് പറയുന്നു. പോരാത്തതിന് അവളവിടെ താമസിച്ച് കൊള്ളാനും പറയുകയാണ്. അന്നു മുതൽ അവൾ ഹീറോയ്ക്ക് കോഫി എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഹീറോയ്ക്ക് ഇഷ്ടമാവുകയാണ്. അന്നേരം ലൂന്റെ സെക്രട്ടറി വന്ന് ഹീറോ ആവശ്യപ്പെട്ട രേഖകളെല്ലാം സ്റ്റഡി റൂമിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ഹീറോ ഒരു സ്പെഷ്യൽ അസിസ്റ്റന്റ് കാര്യം ചോദിക്കുമ്പോൾ ഹീറോയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആവശ്യമായ നോട്ടീസെല്ലാം പുറപ്പെടുവിച്ചു. പക്ഷേ അതിനെക്കുറിച്ച് സമയമെടുക്കുമെന്ന് പറയുകയാണ്. എന്നാൽ ഷാനെ കണ്ടെത്തുന്നവർക്ക് 10 ലക്ഷം രൂപ ലഭിക്കുമെന്നും ഒരു പരസ്യം അവർ നൽകിയിട്ടുണ്ട്. കാരണം ഷാൻ വളരെ കഴിവുള്ള കുട്ടിയായതുകൊണ്ടാണ് ഹീറോ ലക്ഷങ്ങൾ മുടക്കുന്നത്. പിറ്റേന്ന് ഹീറോയുടെ ഫ്രണ്ട് ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ നീ ദശലക്ഷക്കണക്കിന് ചെലവഴിക്കുണ്ടെന്ന് ഞാൻ കേട്ടു, എന്നിട്ട് നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ കിട്ടിയില്ലയോ എന്ന് പരിഹസിച്ചായിരിക്കും ചോദിക്കുക. കാരണം ഹീറോയുടെ കമ്പനിയുമായി മത്സരത്തിലാണ് അയാളുടെ കമ്പനി. ഹീറോ ഷാൻ കിട്ടാനായി 10 ലക്ഷം രൂപ മുടക്കിയത് കേട്ടായാൽ അതിന് ഇരട്ടിയാണ് ഇറക്കിയിരിക്കുന്നത്. ഹീറോ എന്ത് വില വാഗ്ദാനം ചെയ്താലും എനിക്ക് അതിനേക്കാൾ കൂടുതൽ താങ്ങാൻ കഴിയും. ഹീറോയെ തോൽപ്പിച്ച് അയാളുടെ കാൽപാദം കൊണ്ടുവരാൻ
കൈവശമുള്ള എല്ലാം ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് അയാളും പോകുന്നു. മറുവശത്ത് വീട്ടുജോലിക്കാരി ഷാൻ എല്ലാ ജോലികളും വിശദീകരിച്ചു കൊടുക്കുന്നു. മിസ്റ്റർ ലൂനെ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ഉണർത്തണമെന്നും അദ്ദേഹത്തിന് 8:30 ഒരു കമ്പനി മീറ്റിംഗ് ഉണ്ടാകും. മിസ്റ്റർ ലൂ എല്ലാ ദിവസവും രേഖകളിലെല്ലാം ഒപ്പിടിപ്പിക്കാൻ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഇത്രയധികം ജോലി കേൾക്കുമ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, അതൊന്നും പ്രശ്നമല്ല, എന്നെ തന്നെ നിയന്ത്രിക്കണം. എനിക്ക് ഈ ജോലി ചെയ്യാൻ കഴിയും. എനിക്ക് ഇത്രയും പണവും താമസിക്കാൻ നല്ലൊരു വില്ലയും കിട്ടി. ഇതിൽ കൂടുതൽ എന്ത് വേണമെന്ന് പറഞ്ഞ് അവൾ പണി തുടങ്ങാൻ പോയതും അപ്പോഴേക്കും വീട്ടുജോലിക്കാരൻ വന്ന് മിസ്റ്റർ ലൂ കുതിര സവാരിക്ക് പോയി കാലിൽ പരിക്കേറ്റുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവന് നടക്കാൻ പറ്റുന്നില്ല. ഇന്നു മുതൽ നീ അവനെ പോയി എഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞ് സോവൾ നേരെ മിസ്റ്റർ ലൂവിന്റെ റൂമിൽ പോയി അവനെ എഴുന്നേൽപ്പിക്കാനായി കർട്ടൻ മാറ്റുമ്പോൾ സൂര്യ വിളിച്ച കാരണം അവന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ദേഷ്യം വന്ന ഹീറോ എഴുന്നേൽക്കുമ്പോൾ അവനെ ആ ഒരു കാഴ്ചയിൽ കാണാൻ സ്വന്തനാണെന്ന് അവൾ കരുതുന്നു. ആരാണ് നിന്നെ അകത്തേക്ക് കയറ്റാൻ അനുവദിച്ചെന്ന് പറഞ്ഞു ഉടനെ പൊതുപ്പ് കൊണ്ട് മൂടുകയാണ്. ഇപ്പോൾ സമയം 7:30. ഇനി അടുത്ത 5 മിനിറ്റ് കാത്തിരിക്കണം. മീറ്റിങ്ങിന് പോകാനായി 1 മണിക്കൂറുണ്ട്. അതുകൊണ്ട് അതിനു മുന്നേ നിങ്ങൾ എഴുന്നേൽക്കണം. നിങ്ങൾ ഫ്രഷായി വരണം. കൂടാതെ രേഖകളിലെല്ലാം ഒപ്പിടേം വേണം. ഒപ്പിടേണ്ട ഫയൽസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നു. ഇപ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ എഴുന്നേൽക്കുന്നവരെ നിൽക്കുമെന്ന് അവൾ പറഞ്ഞതിനാൽ ഹീറോയ്ക്ക് കടുപ്പാവുകയും നീ എന്നെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കാൻ ആരാണെന്ന് ചോദിച്ചതും അവൾ പെട്ടെന്ന് അവൾ ഫോട്ടോ എടുത്ത് ബോസ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെയധികം സുന്ദരനാണെന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോ ഞാൻ ചോർത്തും. വേഗം ഹീറോ അവളെ പിടിച്ചു വലിച്ച് ഈ ഫോട്ടോ നീ ചോർത്തിയാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുകയാണ്. ഇതെല്ലാം അയാൾ കാണുകയും നൈസായിട്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവൾ പിന്നിൽ നിന്ന് വിളിക്കുന്നു. ശേഷം അവൾ ഹീറോയോട് ബോസ് നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി ഉണർന്നിരിക്കുന്നു. വേഗം ഫ്രഷ് ആകണം. ഒരു രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം. അപ്പോൾ ഷാന്റെ വാക്കുകളിൽ നിന്ന് വീട്ടുജോലിക്കാരി ചിന്തിക്കുന്നത് ഈ പെൺകുട്ടി ബോസിനെ ഒരു കുട്ടിയെ പോലെയാണ് പരിഗണിക്കുന്നത്. അങ്ങനെ ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവൾ ഒരു വടിയുമായി വന്ന് ചോദിക്കുന്നു, ബോസ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അയാൾ അവളോട് തന്റെ അടുത്തേക്ക് വരാനായി ആവശ്യപ്പെടുകയും തുടർന്ന് വടി പിടിക്കുകയും അവളോട് തന്നെ സ്റ്റഡി റൂമിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവനെ താങ്ങി സ്റ്റഡി റൂമിൽ എത്തുമ്പോഴേക്കും അവൾ ആകെ തളർന്നുപോയി. എന്നിരുന്നാലും ഹീറോ അവളെ കൂടുതൽ ബുദ്ധിമുട്ടുകയാണ് ചെയ്തിരുന്നത്. അന്നേരം ലോന് അവന്റെ മാനേജറിൽ നിന്ന് ഒരു പ്രധാന മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ദുബായിൽ നിന്ന് മിസ്റ്റർ ജെയിൻ എന്ന ക്ലയൻറ്റുമായി. എന്നാൽ ലൈവ് മീറ്റിംഗ് അറബിലായിരിക്കും. ഹീറോയ്ക്കാണെങ്കിൽ അറബി പോലും അറിയില്ല. അവളോട് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അറബി അറിയാമെന്ന് അതിന് അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ അവൻ അവളെയും ലൈവ് കേൾക്കാനായിട്ട് അവളെയും ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. മീറ്റിംഗ് അവസാനിച്ച ശേഷം എന്താണ് സംസാരിച്ചതെന്ന് പറയാൻ ആവശ്യപ്പെട്ടു. ദുബായിൽ നിന്നുള്ള ക്ലയൻറ്റ് ചെയ്യുന്ന പ്രോജക്റ്റിൽ വിതരണം ചെയ്യാൻ വളരെയധികം സമയമെടുക്കുമെന്നും ഇതിങ്ങനെ തുടർന്നാൽ കുഴപ്പത്തിലാകും. അയാൾ ആ പ്രോജക്റ്റ് അവസാനിപ്പിച്ച് വേറെ ഏതെങ്കിലും കമ്പനി ജോലി ചെയ്യും. ലിയോയുടെ കമ്പനി പദ്ധതി വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ക്ലയൻറ്റിനെ ഏറ്റവും വിഷമിക്കുന്നത്. അയാൾ ഉടനെ തന്റെ സെക്രട്ടറിയെ വിളിച്ച് പ്രശ്നം പരിഹരിക്കാൻ ഉച്ചക്കഴിഞ്ഞ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരികയാണെന്ന് പറയുന്നു. ഹീറോ പോകുമെന്ന് കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയും ഒടുവിൽ കുറച്ചുനേരം വിശ്രമിക്കാൻ കഴിയുമെന്ന് അവൾ കരുതി. പക്ഷേ ഹീറോ അവളോട് തന്നോടൊപ്പം ഓഫീസിലേക്ക് വരാനായി പറഞ്ഞു. ഇക്കാലത്ത് നാനിയായിട്ടുള്ള ജോലി വളരെ എളുപ്പമല്ല എന്നവൾ ചിന്തിക്കുന്നു. അവൾ പോയതിനു ശേഷം ഹീറോ എല്ലാം ഓർക്കുകയാണ്. അവന്റെ വീട്ടിൽ എത്തിയ മുതൽ അവന്റെ ദൈനംദിന ജീവിതത്തിൽ അവൾ തികഞ്ഞ ശ്രദ്ധ ചെലുത്തിയിരുന്നെന്നും ഭക്ഷണങ്ങൾ പോലും അവന്റെ അഭിരുചികളുമായി തികച്ചു പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഒരു നാനിയായവൾ എങ്ങനെ അറബി പറഞ്ഞു? അവൻ വീണ്ടും തന്റെ സെക്രട്ടറിയെ വിളിച്ച് അവളുടെ പേഴ്സണൽ ഫയൽസ് എല്ലാം തയ്യാറാക്കാനായി പറഞ്ഞു. ഇവിടെ ലൈവ് മീറ്റിംഗ് ആരംഭിച്ചപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് മാനേജർ ചിന്തിക്കുകയാണ്. അവന്റെ പിന്നിൽ നിൽക്കുന്ന സ്ത്രീ ഷാനാണെന്ന് തോന്നുന്നു. മറുവശത്ത് ഷാനെ തപ്പി നടന്ന ഹീറോയുടെ ഫ്രണ്ടിന്റെ അടുത്ത് അസിസ്റ്റന്റ് വന്ന് ഷാനെ കണ്ടെത്തിയെന്നും ലൂന്റെ വീട്ടിലാണ് അവളിപ്പോൾ ഒരു വീട്ടുജോലിക്കാരിയായിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയിക്കുന്നു. താമസിയാതെ ഹീറോ അവളെ കൂട്ടി ഓഫീസിലെത്തുകയാണ്. ഓഫീസിലെത്തിയതും അവളുടെ മേൽ തട്ടിക്കയറുകയാണ്. അവൾ ഹീറോയുടെ കമ്പനി നശിപ്പിക്കാനായിട്ട് വന്ന രഹസ്യ ഏജന്റ് ആണെന്ന് കരുതി. കാരണം ഒരു വേലക്കാരിയായ അവൾ പ്രൊഫഷണലായി അറബിയും അറിയാം. ആരൊരാളാണ് അയച്ചതെന്ന് ഹീറോ സംശയിച്ചതിനാൽ HR-നോട് അവളെക്കുറിച്ച് മുഴുവൻ വിവരങ്ങളും നൽകാനായി ആവശ്യപ്പെട്ടു. സത്യത്തിൽ ഈ HR തന്നെയാണ് അവളെ അസിസ്റ്റന്റായി വന്നവളെ നാനിയാക്കി ഹീറോയുടെ വീട്ടിലേക്ക് വിട്ടത്. തുടർന്ന് HR അവളുടെ വിവരങ്ങൾ അടങ്ങിയ ഫയൽ ആൾക്ക് കൊടുക്കുന്നു. അങ്ങനെ അവളുടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഫയൽ നോക്കാനായി പോയതും അവിടേക്ക് ഹീറോയുടെ ഫ്രണ്ട് വരികയാണ്. അവൻ വന്നത് തന്നെ ഷാനെ കൊണ്ടുപോകാനായിട്ടാണ്. ഹീറോ അന്വേഷിച്ച് നടക്കുന്ന പെൺകുട്ടി ഷാനാണെന്ന് അറിയാം. 10-ലധികം വേലക്കാരി ഉണ്ടല്ലോ നിനക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആ വേലക്കാരി ഒരാളെ എനിക്ക് തരുമോ? നിനക്കെന്താ പ്രാന്താണോ? എന്നിൽ നിന്ന് എല്ലാം തട്ടിയെടുക്കാൻ ആദ്യം നീ എന്റെ സഹായിയെ തട്ടിയെടുത്തു. ഇപ്പോൾ നീ വേലക്കാരിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ഹീറോ വെറുപ്പിച്ചതിനാൽ അവനും അവിടുന്ന് പോവുകയാണ്. ശേഷം ഹീറോ അവളുടെ ഫയൽ പുറത്തെടുത്ത് ഒരു വേലക്കാരിക്ക് എങ്ങനെ അറബി സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞവേ, സാറിന് എപ്പോഴും വീട്ടിൽ നിന്ന് ജോലി ചെയ്യുകയല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു വേലക്കാരിയെ കണ്ടെത്തിയത്. അവർക്ക് അറബിയും അറിയാം, അതിനാൽ അവർക്ക് നിങ്ങളുടെ അധിക ജോലി ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. സത്യത്തിൽ ആ ഫയലിൽ നിന്ന് അവളുടെ ഒട്ടുമിക്ക
നൽകിയ ഫയലും ആ HR മാറ്റിക്കഴിഞ്ഞു. HR പോയതിന് പിന്നാലെ പ്രൊജക്ടിന്റെ ചുമതലയുള്ള ജീവനക്കാർ അവിടെ വന്ന് പ്രൊജക്റ്റിൽ തെറ്റ് വന്നിട്ടില്ല, ഷാൻ പറഞ്ഞതിലാണ് തെറ്റ് സംഭവിച്ചതായി പറയുന്നു. ഉടനെ ഹീറോ അയാൾക്കൊരു ചവിട്ട് കൊടുത്തിട്ട് തെറ്റ് ചെയ്തിട്ട് മറ്റൊരാളുടെ തലയിലിടുന്നു. അയാളും തന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറയുമ്പോഴും അവളും തന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല, എങ്ങാനും അങ്ങനെ സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് ഷാൻ പറയുന്നു. സോ അവൾ അത്ര കോൺഫിഡൻസ് ആയി പറയുന്നതിനാൽ ഹീറോ അവരെ പോലീസിൽ ഏൽപ്പിക്കുകയാണ്. കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ ഷാൻ വളരെ ക്ഷീണിതയായിരിക്കും. നാളെ മിസ്റ്റർ ലു എന്ത് ജോലിയാണ് തന്നോട് ചെയ്യുക എന്ന് അവൾ ചിന്തിക്കുമ്പോൾ അവിടെ ഫോണിലേക്ക് ലൂവിന്റെ ഒരു സന്ദേശം, അതും നാളത്തേക്കുള്ള പണിക്കുള്ളത്. അത് കണ്ടതും ആകെ അവൾ വീണ്ടും തളർന്നു പോവുകയാണ്. പിറ്റേന്ന് ഹീറോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരിക്കുമ്പോൾ അന്നേരം ലൂവിന്റെ അമ്മയ്ക്കൊപ്പം ഹീറോയുടെ മുറപ്പെണ്ണും കൂടി വരികയാണ്. ഷാനെ കണ്ടതും മുറപ്പെണ്ണ്, ഇത്രയും സുന്ദരിയായ ഒരു വേലക്കാരി ലൂവിന്റെ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടാണ് ലൂവിന് എന്നെ ഇഷ്ടമല്ലാത്തത്. അതെല്ലാം ഷാന് കേൾക്കുന്നുണ്ടായി. ശേഷം അവൾക്ക് ചായയും മറ്റും പലഹാരങ്ങളും കൊടുക്കുന്നു. ഷാൻ ഉണ്ടാക്കിയ ചായ കുടിച്ചതും അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും മോശമായ ചായ ഇതുവരെ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവളെ തരം താത്തുന്ന രീതിയിലായിരിക്കും സംസാരം. ലൂവിന്റെ അമ്മയും മുറപ്പെണ്ണിനൊപ്പം നിന്ന് അവളെയും കുറ്റപ്പെടുത്തി. ചായ ഷാന്റെ മേൽ വീഴ്ത്തുന്നു. ഉടനെ ലൂ അവൾക്ക് മുന്നിൽ നിന്നതിനാൽ ലൂവിന്റെ മേലിലായിരിക്കും വീഴുക. ഉടനെ ഷാൻ ടിഷ്യൂ ഉപയോഗിച്ച് ഹീറോയുടെ ഷർട്ടെല്ലാം വൃത്തിയാക്കുന്നത് കണ്ട് രണ്ടുപേരും ഞെട്ടുകയാണ്. അപ്പോൾ ലൂവിന്റെ അമ്മ അവനെ കൂടുതൽ ശകാരിക്കാൻ തുടങ്ങി. നീ ഒരു വേലക്കാരിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തോ എന്ന് ചോദിക്കുന്നു. ഇവൾ വേലക്കാരിയല്ല, നമ്മുടെ ബിസിനസ് കാര്യത്തിൽ വലിയ പ്രശ്നം പരിഹരിച്ചത് ഇവളാണെന്ന് കേൾക്കുമ്പോൾ ഈ ഒരു സാധാരണ വേലക്കാരിക്ക് ബിസിനസിനെ കുറിച്ച് എന്തറിയാം? കമ്പനി ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലാണ്. അവളുടെ, അതായത് മുറപ്പെണ്ണിന്റെ കുടുംബത്തെ പരിപാലിക്കേണ്ടതുണ്ട്. നീ അവളെ വിവാഹം കഴിക്കണം. അത് കേട്ടപ്പോൾ ഹീറോ കമ്പനിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രം വിവാഹം കഴിക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞ് വിസമ്മതിക്കുകയാണ്. അത് കേട്ടയുടനെ മുറപ്പെണ്ണ് ദേഷ്യം കൊണ്ട് അവിടുന്ന് പോയി. ഇതെല്ലാം കണ്ട് ഷാന് ചിരി വരികയും ഹീറോയുടെ സഹതാപം തോന്നുന്നു. മുൻ ഓർഡറിൽ നമുക്ക് ഇതിനകം നഷ്ടമായി, ഇനി ഒരു പുതിയ ദുബായ് ക്ലയന്റിൽ നിന്ന് ഓർഡർ എടുക്കണം. അയാളെ കൈകാര്യം ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. അവളോട് അറബി പഠിപ്പിച്ചു തരാനായിട്ട് പറയുന്നു. അങ്ങനെ പുതിയ അറബിക് ക്ലയന്റിനെ കണ്ടതും ഷാൻ അയാളെ അറിയാം. ഉടനെ അവൾ കൈവശമുള്ള അയാളുടെ സ്വകാര്യ കാർഡ് കാണിക്കുന്നു. അത് കണ്ട ഞെട്ടിലാണ് ഹീറോയ്ക്ക്. കാരണം ദുബായ് രാജകുമാരന്റെ പേഴ്സണൽ കാർഡ് എങ്ങനെ കിട്ടിയെന്ന് അവനും അത്ഭുതമാണ്. അങ്ങനെ ആ ദുബായ് രാജാവിന്റെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുകയാണ്. ഈ കോൺട്രാക്ട് ജയിച്ചാൽ ഹീറോ അവൾക്ക് എക്സ്ട്രാ ക്യാഷ് നൽകുമെന്ന് സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം ഷാൻ ലൂവിനെ കൂട്ടി ആ ക്ലയന്റിനെ കാണാനായിട്ട് പോകുന്നു. രാജാവായ അറബി അവിടെ എത്തിയ ഉടനെ ഷാനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. ഹീറോയെ വലിയ മൈൻഡ് ആക്കാതെ അറബി നേരെ പോയത് ഷാന്റെ അടുത്തേക്കാണ്. ലൂ കമ്പനിക്ക് വേണ്ടി നിന്നോട് സംസാരിക്കാൻ വന്നതാണെന്ന്, ഒരു ബിസിനസ് ഇടപാടിനെ കുറിച്ച് സംസാരിക്കാൻ അറബി അവളെ കൂട്ടി അകത്തേക്ക് പോകുമ്പോൾ പിന്നാലെ ഹീറോ പോകുന്നു. എന്നാൽ അറബിയുടെ ഗാർഡ്സ് ഹീറോയെ തടയുകയാണ്. അവനെയും കൂടെ കൂട്ടാത്തിൽ ഭയങ്കര കലപ്പിലായിരിക്കും ഹീറോ. ഇവരുടെ ഫ്രണ്ട്സ് ഷാനോട് അവർ അവസാനമായി കണ്ടുപുട്ടിയതിനെ കുറിച്ച് ചോദിക്കുന്നു. അറബിയാണെങ്കിൽ അവളിൽ ഒരു കണ്ണുണ്ട്. അത് മനസ്സിലാക്കിയ ഷാൻ ഉടനെ അറബിനോട്, ഇത്രയും ദൂരം വന്നതല്ലേ, ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് വെയിറ്ററെ വിളിക്കുന്നു. ഹീറോയെ അകത്തേക്ക് കയറ്റാത്തതിനാൽ ഹീറോ വെയിറ്റിന്റെ വേഷത്തിലായിരിക്കും കയറുക. അത് കണ്ട് അവളും ഞെട്ടി. പെട്ടെന്ന് അവൾ വിഷയം മാറ്റി ബിസിനസ് കാര്യം പറഞ്ഞു. എന്നാൽ അറബി അവളെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. തനിക്ക് ഈ പ്രൊജക്ട് എത്ര പ്രധാനമാണെന്നും ഇതിൽ പങ്കാളിയാകണമെന്നുള്ള ആഗ്രഹവും അവളുടെ ഐഡിയ കേട്ടപ്പോൾ അറബി ഈ പ്രൊജക്ടിന് സമ്മതിക്കുകയാണ്. ശേഷം അവൾ ഡ്രിങ്ക് എല്ലാം കുടിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് മയക്കം വന്നതിനാൽ വാഷ്റൂമിലേക്ക് പോകുന്നു. പിന്നാലെ ഹീറോ വന്ന് അവളോട്, നീ ബിസിനസ് കാര്യം ചോദിക്കാനാണോ വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണകാര്യം സംസാരിക്കാനാണോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവൾക്ക് ഈ പ്രൊജക്റ്റാണ് മുഖ്യം, അല്ലാതെ അയാളെ കെട്ടാൻ അല്ല. പക്ഷേ അവളെ കുടിപ്പിച്ച ഡ്രിങ്കിൽ ആ അറബി ആയിരിക്കും അവളെ മയക്കാനുള്ള മരുന്ന് കലർത്തിയത്. ഉടനെ ഹീറോ അവളെ ഡോക്ടറെ കാണിക്കുകയാണ്. എന്നാൽ അവളുടെ ആ കണ്ടീഷനിൽ ഹീറോയുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പെടുന്നു. പിറ്റേന്ന് രാവിലെ ലൂ ഉണരുമ്പോൾ ഷാനെ ചുറ്റും കാണുന്നില്ല. അപ്പോൾ അവൻ നിലവിളിച്ച് പറയാൻ തുടങ്ങി. ഒരു രാത്രി എന്നോടൊപ്പം ചെലവഴിച്ച ശേഷം അവൾ ഓടിപ്പോയി. അതുകൊണ്ട് അവൾ വേഗം തിരിച്ചു വന്ന് അവന്റെ വാപ്പൊത്തി പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. അപ്പോൾ അവൻ പറയുന്നു, നീ ഇപ്പോൾ എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് പിന്മാറുകയാണെന്ന്. എന്തായാലും എല്ലാം സംഭവിച്ചത് ഞാനും നീയും കാരണമാണ്. എല്ലാ പെൺകുട്ടികളും ചെയ്യുന്ന ഒരു തെറ്റ് ഞാനും ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടലു ഞെട്ടിപ്പോയി. തുടർന്ന് ഷാൻ രാജകുമാരനെ കാണാൻ വന്ന് പ്രൊജക്റ്റിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അതിൽ ഒപ്പിടാൻ പ്രയത്നിക്കുകയും ചെയ്തു. അപ്പോൾ രാജകുമാരൻ അവളോട് വീണ്ടും ചോദിക്കാൻ തുടങ്ങി, നിനക്ക് എന്റെ ഭാര്യയാകാനും എന്റെ ഒപ്പം ദുബായിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ലൂ വന്ന് അവൻ ഷാനെ കെട്ടിപ്പിടിച്ചു. അത് കാണുന്ന രാജകുമാരൻ പറയുന്നു, നിങ്ങളുടെ ഉത്തരം എനിക്ക് മനസ്സിലായെന്ന്. ശേഷം രാജാവ് പോകാനായി ഷാൻ യാത്ര പറഞ്ഞ് അയക്കാൻ വിടുമ്പോൾ ലൂ അവളെ പോകാൻ പോലും അനുവദിച്ചില്ല. ഇപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കേണ്ടേ. പക്ഷെ ഷാൻ ദേഷ്യത്തോടെ പോകുമ്പോൾ അവൾക്ക് തലകറക്കം പെട്ടെന്ന് അനുഭവപ്പെടുകയും പെട്ടെന്ന് അവളെ ഡോക്ടറെ കാണിക്കുന്നു. ചെക്ക് ചെയ്ത ഡോക്ടർ പോയ ശേഷം അവൾ ഉണരുകയും നമുക്ക് പാർട്ടിയുള്ളതല്ലേ പോകാമെന്ന് പറയുമ്പോൾ, നിനക്ക് പോകണമെങ്കിൽ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, നീ എന്റെ കാമുകിയായി അഭിനയിക്കണം എന്ന് ലൂ പറയുമ്പോൾ, എന്തിനാണ് വെറും ഒരു വേലക്കാരിയെ നിങ്ങൾ ഇത്രയും ടോർച്ചർ ചെയ്യുന്നത്? കാമുകിയായി അഭിനയിക്കണം, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയുമ്പോൾ, കാമുകിയായി അഭിനയിച്ചാൽ 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞതിനാൽ ഷാൻ സമ്മതിക്കുന്നു. വെറും ഒരു കാമുകിയാകരുത്, നീ എന്നെ എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് അഭിനയിക്കണം, എനിക്ക് വേണ്ടി മരിക്കാൻ പോലും നിനക്ക് കഴിയണമെന്ന് ഹീറോ
ഹീറോ പറയുകയാണ്. അങ്ങനെ പാർട്ടിയിലെത്തുമ്പോൾ അവിടെ ലൂവിൻ്റെ മുറപ്പെണ്ണും ഉണ്ടാകും. അവളെ കാണിക്കാനായിട്ട് ലൂ വേഗം ഷാനെ പിടിച്ചു നിർത്തി താൻ വിശദീകരിച്ചതുപോലെ നന്നായി പെരുമാറണമെന്ന് ഷാനോട് ബോധ്യപ്പെടുത്തി. അതിനാൽ ഷാൻ ലൂവിനെ ചേർത്ത് നിന്ന് അവളെ വെറുപ്പിക്കുന്ന രീതിയിലായിരിക്കും പ്രകടനം. സോ അത് കണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മുറപ്പെണ്ണ് മുഖം വെറുപ്പിച്ച് അവിടുന്ന് പോകുന്നു. അന്നേരം അവൾ അവളുടെ റിയൽ നെയിം പറയുകയാണ്. അത് കേട്ടതും അവൻ ഷോക്കായി. കാരണം ഇത്രയും നാളും അവളെയാണല്ലോ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. നിന്നെ കണ്ടെത്താൻ ഞാൻ എത്ര നാളായി 50 ലക്ഷം രൂപ ചെലവഴിച്ചു, അതും നിനക്ക് വേണ്ടിയെന്ന് പറയുമ്പോൾ ഷാൻ വളരെ ദേഷ്യപ്പെട്ട് ഇത്രയും മാസങ്ങളായി ഞാൻ വീട്ടുജോലിക്കാരിയായി ചെയ്തിരുന്ന ജോലി എനിക്ക് പറ്റാതെ രണ്ടുപേരും വീട്ടിലെത്തിയ ഉടനെ ഷാൻ ജോലിക്കാരനോട് ഞാൻ ഈ ജോലി നിർത്തുകയാണ്, എൻ്റെ പേര് ഷാൻ എന്നാണ്, എനിക്ക് ഈ ജോലി പറ്റില്ലെന്ന് പറഞ്ഞു പോകുമ്പോൾ അവളെ കുറച്ചു നേരം എങ്കിലും പിടിച്ചു നിർത്താനായിട്ട് ഹീറോ അവളോട് വിശക്കുന്നുണ്ട്, കുറച്ച് ഫുഡ് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. സോ അവൾ ഹീറോയ്ക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് പോവുകയാണ്. എന്നാൽ ഹീറോയ്ക്ക് അവളെ പറഞ്ഞുവിടാൻ യാതൊരു താല്പര്യമില്ല. അവൾ പോയതിന് പിന്നാലെ ഹീറോ വണ്ടിയെടുത്ത് അവളെ അന്വേഷിക്കാൻ തുടങ്ങി. എന്നാലും എങ്ങും അവളെ കണ്ടെത്താനായി കഴിഞ്ഞില്ല. ലൂ വീട്ടിലെത്തുമ്പോൾ അവൻ അപ്പോഴും ദേഷ്യത്തിലാണ്. അവന്റെ വീട്ടുജോലിക്കാരനെ വിളിച്ച് ഷാനെ കണ്ടെത്തണമെന്ന് പറയുന്നു. അതിനാൽ അയാളും അന്വേഷിക്കാൻ ഇറങ്ങുകയാണ്. ഇവിടെ ഷാനും അവളുടെ ഫ്രണ്ട് ബാറിൽ വെച്ച് 2 ഗുണ്ടകൾ ചേർന്ന് ടോർച്ചർ ചെയ്യുകയാണ്. അറ്റ് ടൈമിലായിരിക്കും ഹീറോ എത്തുക. അവളെ ഫ്രണ്ടിനെയും സേഫ് ആക്കുകയും അപ്പോഴാണ് ഷാന്റെ കയ്യിൽ മുറിവ് കാണുന്നത്. വേഗം ഹീറോ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഹോസ്പിറ്റലിൽ ഷാനൊപ്പം ഹീറോ ആയിരിക്കും കൂടെ കിടക്കുക. ലൂ ജോലിക്ക് പോയ ശേഷം ഡോക്ടർ വന്ന് റിസൾട്ട് കാണിക്കുമ്പോഴാണ് അറിയുന്നത് അവൾ 6 ആഴ്ച ഗർഭിണിയാണെന്ന്. അത് കേട്ട് ഷാൻ ഞെട്ടിപ്പോയി. ഇക്കാര്യം ലൂവിനോട് ഒരിക്കലും പറയരുതെന്ന് അവർ ഡോക്ടറിനോട് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോഴാണ് ലൂവിന്റെ അമ്മ ഇതെല്ലാം കേൾക്കുകയും എന്നിട്ട് അവർക്ക് വളരെ ദേഷ്യം വന്ന് ഈ കുട്ടിയെ വരാൻ അനുവദിക്കില്ലെന്നും ലൂവിനെ വിവാഹം കഴിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്നും ഇവിടെ നിന്ന് അവൾ ലൂവിനോട് വീട് വിട്ടു പോകാനായി ആവശ്യപ്പെട്ടു. സോ ഷാൻ വീട്ടിലെത്തി ജോലിക്കാരിയോടും ജോലി ഉപേക്ഷിക്കുകയാണെന്ന് പറയുന്നു. അമ്മ ഷാനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവരോട് വഴക്കിടുകയാണ്. പക്ഷേ ലൂ സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് അവിടേക്ക് ഷാൻ വന്ന് ആശുപത്രിയിൽ വെച്ച് നടത്തിയ CT സ്കാൻ ഓർമ്മയുണ്ടോ? എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്കറിയുമോ? കാരണം ഞാൻ ഗർഭിണിയാണ്. ഇതൊരു അവിവാഹിത സന്തതി. ഞാൻ മരുന്ന് കഴിച്ചു കഴിഞ്ഞു. ഇനി കുട്ടി അതിജീവിക്കാൻ പോകുന്നില്ല. ഞാനിവിടെ താമസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൾ അവളുടെ ജോലി ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോകുന്നു. പിന്നീട് 5 വർഷങ്ങൾ കടന്നു പോവുകയാണ്. ലൂ തന്റെ സെക്രട്ടറിയുമായി ഒരു ബിസിനസ് നടത്താനായിട്ട് വിദേശത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഷാനും മകളും അതേ ഇടത്തിലുണ്ടായി. ലൂ അവളെ കാണുകയും ഒടുവിൽ ഞാൻ നിന്നെ കണ്ടെത്തിയെന്ന് പറയുന്നു. നിന്റെ അടുക്കൽ വന്നത് നിന്നോട് വിവാഹാഭ്യർത്ഥന നടത്താൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അവൾ പറയുന്നു ഇനി ഞാൻ നിന്റെ വീട്ടിലൊരു വേലക്കാരിയുടെ ജോലി ചെയ്യാം. അപ്പോൾ അവൻ പറയുന്നു ആദ്യം കരാർ നോക്കൂ, ഇതൊരു വിവാഹ കരാറാണെന്നും അവൾക്ക് പ്രതിമാസം 10,000 രൂപ ശമ്പളം ലഭിക്കുമെന്ന് പറയുന്നു. എൻ്റെ വിവാഹാഭ്യർത്ഥനയ്ക്ക് നീ സമ്മതം പറയുന്നുണ്ടോ ഇല്ലയോ? അവൾ നമ്മുടെ മകളാണെന്ന് എനിക്കറിയാം എന്നവൻ പറയുമ്പോൾ ആ ഒരു കരാറിൽ അവൾ സമ്മതിക്കുകയും വിവാഹശേഷം നീ എൻ്റെ സുഹൃത്തായി തുടരണമെന്നും പറയുമ്പോൾ അവൻ പുഞ്ചിരിക്കാൻ തുടങ്ങി. ഷാൻ അതേ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അവനും അതിന് സമ്മതിക്കുകയാണ്. ഇതോടെ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.